ദുലീപ് ട്രോഫിയിൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ 15-കാരൻ വൈഭവ് സൂര്യവംശിക്ക് പക്ഷേ അരങ്ങേറ്റത്തിൽ തന്നെ നിരാശ. നോർത്ത് ഈസ്റ്റ് സോണിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ വെറും 8 റൺസിനാണ് സൂര്യവംശി പുറത്തായത്. അതും വെറും 6 പന്തിൽ 2 ബൗണ്ടറികൾ അടിച്ച് തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയെങ്കിലും ആ തുടക്കം വലിയ ഇന്നിംഗ്സ് ആക്കി മാറ്റാൻ താരത്തിന് കഴിഞ്ഞില്ല. ഇതോടെ വീണ്ടും ഒരു ചോദ്യം ഉയരുകയാണ്. T20 ക്രിക്കറ്റിൽ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനങ്ങൾ നടത്തുന്ന സൂര്യവംശിക്ക് റെഡ് ബോൾ ക്രിക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? വൈഭവ് സൂര്യവംശി എന്ന പേര് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പരിചയമല്ലാത്തതല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ വേദികൾ ശ്രദ്ധ നേടിയ താരം. പ്രത്യേകിച്ച് രാജസ്ഥാൻ റോയൽസിനായി T20 ക്രിക്കറ്റിൽ പുറത്തെടുത്ത ആക്രമിച്ചു കളിക്കുന്ന ബാറ്റിംഗ് അദ്ദേഹത്തെ വലിയ പ്രതീക്ഷകളുടെ താരമാക്കി മാറ്റി. പക്ഷെ ദുലീപ് ട്രോഫി പോലെയുള്ള ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇവിടെ പന്തിനെ ആക്രമിക്കാനുള്ള അവസരം മാത്രം നോക്കിയാൽ പോരാ, ക്ഷമ വേണം, പന്തിന്റെ മൂവ്മെന്റ് വായിക്കണം, ഇൻസിംഗ് പടുത്തുയർത്തണം. അതുകൊണ്ട് തന്നെ സൂര്യവംശിയുടെ ഈ 8 റൺസിന്റെ പുറത്താകൽ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അന്തിമ വിധിയൊന്നുമല്ലെങ്കിലും റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇനിയും പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു പ്രകടനമാണ്. ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഈ സോണിന്റെ തുടക്കം തന്നെ തകർന്നിരുന്നു. സൂര്യവംശിയും ക്യാപ്റ്റൻ ഇഷാൻ കിഷനും പെട്ടെന്ന് പുറത്തായതോടെ ടീം 138-ന് 5 എന്ന നിലയിലേക്ക് വീണു. ഇഷാൻ കിഷൻ വെറും 4 റൺസിനാണ് പുറത്തായത്. പക്ഷെ അതിനുശേഷം സുദീപ് കുമാർ ഖറാമിയും ഷഹബാസ് അഹമ്മദും ചേർന്ന് ഇന്നിംഗ്സ് തിരികെ കൊണ്ടുവന്നു. ഖരാമി 146 റൺസിന്റെ മികച്ച ഇന്നിംഗ്സ് കളിച്ചപ്പോൾ ഷഹബാസ് അഹമ്മദ് സെഞ്ചുറി നേടി. ഇരുവരുടെയും പ്രകടനമാണ് ഈ സോണിനെ വലിയ തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത്. അതാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത. ഒരാൾ പരാജയപ്പെട്ടാൽ മറ്റൊരാൾക്ക് സമയമെടുത്ത് ഇന്നിംഗ്സ് പടുത്തുയർത്താൻ സാധിക്കും. അതേസമയം തുടക്കത്തിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെട്ടാൽ അതിന്റെ സമ്മർദ്ദം ടീമിന്റെ മുഴുവൻ ഇന്നിംഗ്സിനെയും ബാധിക്കാനും സാധ്യതയുണ്ട്. സൂര്യവംശിയുടെ കാര്യത്തിൽ തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ പേര് ചുറ്റിപ്പറ്റി ഇപ്പോൾ വലിയ ഹൈപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മത്സരത്തിലും അദ്ദേഹത്തിൽ നിന്ന് വലിയ ഇന്നിംഗ്സ് പ്രതീക്ഷിക്കപ്പെടുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അദ്ദേഹത്തിന് ഇപ്പോഴും വെറും 15 വയസ്സാണ്. അതുകൊണ്ട് ഒരു മത്സരത്തിലെ 8 റൺസിനെ അടിസ്ഥാനമാക്കി സൂര്യവംശി പരാജയപ്പെട്ടു, ഇനി ഒന്നും നടക്കില്ല എന്ന രീതിയിൽ വിലയിരുത്തുന്നത് ശരിയല്ല. എന്നാൽ അതേസമയം T20-യിലെ ആക്രമണാത്മക ബാറ്റിംഗ് മാത്രം മതിയാകില്ലെന്നും ഈ മത്സരം ഓർമ്മിപ്പിക്കുന്നു. റെഡ് ബോൾ ക്രിക്കറ്റിൽ മികച്ച ബാറ്റർ ആകണമെങ്കിൽ ഡിഫൻസ് ശക്തമാകണം, പേഷ്യൻസ് വർദ്ധിക്കണം, ഷോട്ട് സെലക്ഷൻ കൂടുതൽ നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് പുതിയ പന്തിനെ നേരിടുമ്പോൾ അപകടകരമായ ഷോട്ടുകൾ ഒഴിവാക്കി ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാനുള്ള കഴിവ് വളർത്തണം. സൂര്യവംശിക്ക് അതിനുള്ള സമയം മുന്നിലുണ്ട്. ദുലീപ് ട്രോഫിയിൽ ഈ സോൺ ഇപ്പോൾ ഷഹബാസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ശക്തമായ നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആദ്യ ദിവസം അവസാനിക്കുമ്പോൾ 355-ന് 6 എന്ന നിലയിലായിരുന്നു ടീം. രണ്ടാം ദിവസം ഷഹബാസിന്റെ സെഞ്ചുറി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതായത് തുടക്കത്തിൽ സൂര്യവംശിയുടെയും ഇഷാൻ കിഷന്റെയും പരാജയം ഈ സോണിന്റെ കഥയിൽ അവസാനമായിട്ടില്ല. പക്ഷെ സൂര്യവംശിക്ക് ഇതൊരു ലെസൺ തന്നെയാണ്. T20-യിൽ 6-7 പന്തിൽ കളി മാറ്റാൻ കഴിയുന്ന ബാറ്റർ എന്ന ഇമേജിൽ നിന്ന് 5 ദിവസത്തെ ക്രിക്കറ്റിൽ മണിക്കൂറുകളോളം ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ബാറ്ററായി മാറേണ്ടതുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിലെ വലിയ പ്രതീക്ഷകളിൽ ഒരാളായി സൂര്യവംശിയെ കാണുന്നുണ്ടെങ്കിൽ ഈ ട്രാൻസിഷൻ തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത്.